9ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന മക്കളോടാണ് അടുത്ത വർഷം നമ്മൾ SSLCയിലേക്ക് കടക്കുകയാണ്. ഈ വർഷം നമ്മളുടെ മാർക്ക് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. കാരണം +1 നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച സ്കൂളിൽ സയൻസിനോ കൊമേഴ്സിനോ ഹ്യൂമാനിറ്റീസിനോ ആദ്യ അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിങ്ങൾ ഏത് ഗ്രേഡ് വാങ്ങുന്നു, ഫുൾ A+ നേടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അനുസരിച്ചിരിക്കും നമുക്ക് ഏത് അലോട്ട്മെൻറ്റിലാണ് നമ്മളുടെ സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത്. മാർക്ക് കുറഞ്ഞാൽ എന്ത് പ്രശ്നം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാകും. പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് കടന്നു പോയാൽ മാത്രമാണ് +1 ഒരു അഡ്മിഷൻ നമുക്ക് ലഭിക്കുക. 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കൂളിൽ നമുക്ക് 9ാം ക്ലാസ്സിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. നേരെ മറിച്ച് 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും +1 നിങ്ങളുടെ സ്കൂളിലെ +1 ക്ലാസ്സിൽ നിങ്ങൾക്കൊരു സീറ്റ് ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. അതിന് നമ്മളൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതിലൂടെ ഫിൽട്ടർ ചെയ്തിട്ട് ഏറ്റവും മികച്ച മാർക്കുള്ള സ്റ്റുഡൻസിന് മാത്രമായിരിക്കും +1 സീറ്റ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ മാർക്ക് നേടേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നു, സീറ്റില്ല, വിഷമിക്കുക. 2ാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കും. 2ാമത്തെ അലോട്ട്മെൻറ്റിലും സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ പിന്നെ 3ാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കണം. ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് വലിയ സുഖമുള്ള പരിപാടിയല്ല. എനിക്ക് സീറ്റ് കിട്ടുമോ എന്നാലോചിച്ച് നമ്മൾ മാത്രമല്ല നമ്മളുടെ പാരൻസും ടെൻഷൻ അടിക്കേണ്ടി വരും. ആ ടെൻഷൻ അവരടിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ വരാൻ പോകുന്ന ഒരു വർഷം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് ദിവസം പണിയെടുത്താൽ മതി. ഓരോ ദിവസവും കുറച്ച് മണിക്കൂർ പണിയെടുത്താൽ മതി. അങ്ങനെ പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ, സ്മാർട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ മുഴുവൻ സപ്പോർട്ടുമായിട്ട് നിൽക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടാകും. അപ്പോൾ എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഏറ്റവും മികച്ച മാർക്കിലേക്ക് എത്താം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾ പലരും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യപ്പെടുന്ന പരീക്ഷയുടെ തലേ ദിവസമുള്ള മാരത്തോൺ ലൈവുകൾ മാത്രം കണ്ട് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ഭൂരിപക്ഷം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ 9ാം ക്ലാസ്സിലെ ഒരു ഓൺ എക്സാം ആണെങ്കിൽ ഓൺ എക്സാമിന് നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ ബാക്കി എല്ലാ കുട്ടികളും ഒരു 17, 18 മാർക്ക് 40 വാങ്ങുന്ന സമയത്ത് നിങ്ങളൊരു 20, 21 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും അല്ലേ? നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനേക്കാൾ ഒരു 2, 3 മാർക്ക് കൂടുതൽ കിട്ടുമ്പോഴേക്കും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് തൽക്കാലം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലും അതല്ലെങ്കിൽ വീട്ടുകാരുടെ മുന്നിലും ഒക്കെ ഒന്ന് അടി കിട്ടാതെ ഒഴിവാകാനുള്ള മാർക്ക് കിട്ടിയാൽ മതി എന്നായിരിക്കും പലപ്പോഴും ചിന്തിക്കുക. പക്ഷേ 10ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച മാർക്ക് നേടിക്കൊണ്ട് +1 ഒരു അഡ്മിഷൻ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ മുഴുവൻ സിലബസും കൃത്യമായിട്ട് പഠിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഈ വർഷമാണ് 10ാം ക്ലാസ്സിൻ്റെ സിലബസ് മാറി അക്കാഡമിക്. ഈ വർഷമാണ് 10ാം ക്ലാസ്സിൻ്റെ എക്സാമിൻ്റെ സ്ട്രക്ചർ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് പഠിക്കാനുള്ള ഓരോ ചാപ്റ്ററിലെയും ഓരോ കോൺസെപ്റ്റും പഠിച്ചുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ കൃത്യമായി ചെയ്ത് തന്നെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലാണ് മാറിയ പരീക്ഷാ പാറ്റേണിനനുസരിച്ച് നമുക്ക് ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ നേരിടാൻ സാധിക്കുക. അതിന് നിങ്ങളെ പ്രാപ്തരാക്കാൻ സാധിക്കണമെങ്കിൽ ഏറ്റവും മികച്ച ഒരു കോച്ചിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടത്, ഏറ്റവും മികച്ച ഒരു ട്യൂഷൻ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ സൈലത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ കണ്ട് പരിചയിച്ചിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സ് തന്നെയായിരിക്കും നിങ്ങളെ ആപ്പിലും പഠിപ്പിക്കുക. ദിവസേനയുള്ള ലൈവ് ക്ലാസ്സുകളിലൂടെ നമ്മൾ മുഴുവൻ സിലബസും കൃത്യമായിട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ ആ സിലബസുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പരീക്ഷയെ അഭിമുഖീകരിക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് സൈലത്തിൻ്റെ ആപ്പിനകത്ത് പേൾ സെക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ഇൻഫിനിറ്റി പ്ലാനിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഫീച്ചറുകളിൽ ഒന്നാണ് നമ്മളുടെ പേളിലൂടെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കുമെന്നുള്ളത് മാത്രമല്ല, അത് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് റീവാച്ച് ചെയ്യാൻ സാധിക്കും. ലൈവ് ക്ലാസ്സുകളാണെങ്കിലും ലൈവ് കഴിഞ്ഞ ഉടൻ തന്നെ അത് റെക്കോർഡിംഗ് ആയിട്ട് നമ്മുടെ ആപ്പിനകത്ത് സേവ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണുന്നതിന് പകരം നിങ്ങൾക്കിപ്പോൾ നാളെ എക്സാം ഉണ്ട്, ഓൾറെഡി ലൈവൊക്കെ കണ്ട് സെറ്റായിരിക്കുന്ന മക്കളാണെങ്കിൽ അതിൻ്റെ സ്ലൈഡ് ഒന്ന് ഓടിച്ച് നോക്കാം. സ്ലൈഡ് ഓടിച്ച് നോക്കുമ്പോൾ 4ാമത്തെ സ്ലൈഡിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ടുള്ള ആ ഭാഗം മാത്രം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് കാണാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിനകത്തുണ്ട് എന്നുള്ളതാണ് ആപ്പിൻ്റെ ഏറ്റവും മികച്ച ഫീച്ചറുകളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞു, അതൊന്ന് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ചാപ്റ്ററിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും ഒറ്റ PDF ഒതുക്കിയിട്ടുള്ളതാണ് സൈലത്തിൻ്റെ ഇൻസ്റ്റാലേൺ എന്ന് പറയുന്നത്. ഇൻസ്റ്റാലേൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ മുഴുവൻ കോൺസെപ്റ്റുകളും മനസ്സിലാക്കി ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ട്.
അതുമല്ല, നിങ്ങൾക്ക് പരീക്ഷയുടെ തലേ ദിവസം ഒന്ന് ലാസ്റ്റ് മിനിറ്റിൽ കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് ഒന്ന് റിവൈസ് ചെയ്യണം, ഓടിച്ചൊന്ന് നോക്കണം, പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കണം. അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ കോൺസെപ്റ്റുകളെയും ഒറ്റ ഷീറ്റ് ഓഫ് പേപ്പറിലേക്ക് ഒതുക്കിയിട്ടുള്ള മൈൻഡ് മാപ്പ് കൂടെ നമ്മൾ ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള വർക്ക് ഷീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ആപ്പിനകത്ത് ലഭിക്കും. പിന്നെ നമ്മൾ ഓരോ ചാപ്റ്ററിനും യൂണിറ്റ് വൈസ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യും. ഓൺ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ മുമ്പായിട്ട് സൈലത്തിൻ്റെ ഒരു മോഡൽ എക്സാം കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതായിരിക്കും. അങ്ങനെ ഏറ്റവും ഗംഭീരമായി പഠിച്ചുകൊണ്ട്, ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചുകൊണ്ട്, നിങ്ങൾ ഇപ്പോൾ ആവറേജോ ബിലോ ആവറേജോ ആയിക്കോട്ടെ, നിങ്ങളെ ക്ലാസ് ടോപ്പറും സ്കൂൾ ടോപ്പറും ആക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സൈലം നിങ്ങൾക്കായിട്ട് സെറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് ഏറ്റവും മികച്ച ട്യൂഷൻ പ്രോഗ്രാമായിട്ട് സൈലം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സോ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ബാച്ചിൽ കാണാം.